നേഴ്സുമാരെ കാണുമ്പോൾ എല്ലാവരും പറയും ദൈവത്തിന്റെ മാലാഖമാരാണ്. പക്ഷേ ഈ ദൈവത്തിന്റെ മാലാഖമാർ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടുകളുണ്ട്. അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മുൻനിര ചാനലിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഇന്നലെയും കുറച്ച് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു ഈ സാലറി കൂട്ടുന്നതിനെ പറ്റി. അവർക്ക് ഏകദേശം 2017-18 കാലഘട്ടത്തിലാണ് ലാസ്റ്റ് ആയിട്ട് സാലറി കൂട്ടിയത്. ആ ഒരു ടൈമിൽ നമ്മൾ ജീവിച്ച ജീവിതശൈലിയാണോ നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ ടൈമിൽ നമ്മുടെ ബസ് കൂലി എന്തായിരുന്നു, അല്ലെങ്കിൽ പെട്രോളിന്റെ വില എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ എത്ര രൂപയ്ക്കാണ് പെട്രോളും ബസ്സും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വരവിനൊത്ത് ചെലവ് ചെയ്യണം, അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ഇവരിപ്പോ ഈ സമരവും കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ട് കാണേണ്ടവർ കാണണം. അല്ലാതെ അവർ ഈ സമരം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സാലറി അവർക്ക് എന്താണെങ്കിലും കൂട്ടിക്കൊടുക്കാൻ തന്നെ വേണം. അല്ലാതെ നമ്മളെ ഈ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ വൻ രീതിയിലും മുന്നോട്ട് കുതിച്ച് മായതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പിറകെ കുറെ കഷ്ടപ്പെടുന്ന കുറെ ജീവിതങ്ങളുണ്ട്. അവരുടെ ലൈഫും കൂടെ നോക്കണം. അല്ലാതെ ഒരാളുടെ സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സാലറി കൂട്ടിക്കൊടുക്കേണ്ടത് കൂട്ടിക്കൊടുക്കാൻ തന്നെ വേണം. അല്ലെങ്കിൽ ആ 2018 ജീവിച്ച ആ ഒരു ലെവലിലാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവരും 15,000 രൂപയ്ക്ക് അവരെന്തൊരു ചെയ്യാനാണ്? 15,000 രൂപയ്ക്ക് ഇപ്പൊ നാട്ടിൽ എന്തൊരു കിട്ടും? ഒരു മാസം ഒരു നോർമൽ ഒരു ശരാശരി കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ജീവിച്ചു പോകാൻ പോലും പറ്റില്ല ഈ 15,000 രൂപയ്ക്ക്. കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവരെന്തിനാണ് ഈ കിടന്ന് ഈ തൊള്ള പൊട്ടി അല്ലെങ്കിൽ അവർ ഈ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും. ഒരു കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യന്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി അവർ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റാണോ ശരിയാണോ?